ഞാൻ വലുതാകുമ്പോൾ കല്യാണം കഴിക്കത്തില്ല ചേച്ചി, സിംഗിൾ ആയിട്ട് ജീവിക്കും. വെരി ഗുഡ്, നല്ല തീരുമാനം. എനിക്ക് ചേച്ചിയോട് ഇത്ര ആരാധന തോന്നാനുള്ള കാരണം എന്താ അറിയോ? എൻ്റെ അഭിനയം കണ്ടാണോ? നോ, ചേച്ചി സിംഗിളാണ്, അത് തന്നെ കാര്യം. എനിക്കും അങ്ങനെ ഈ കല്യാണത്തിനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അല്ല, നിനക്കെന്താ കല്യാണത്തിനോട് താല്പര്യമില്ലാത്തത്? എനിക്ക് ഈ കല്യാണം എന്ന് പറയുമ്പോൾ തന്നെ ട്രോമയാണ്. ഈ പ്രായത്തിലോ? കല്യാണം എന്ന് പറയുമ്പോൾ എന്താ ട്രോമ? ഒരു കല്യാണത്തിന് പോയപ്പോൾ നല്ല കീടിലെ സേമിയ പായസം അമ്മമ്മക്ക് കൊടുക്കാൻ കുറച്ച് തന്നുവിടാമെന്ന് വെച്ചപ്പോൾ അവർ ആട്ടി വിട്ട്. ഓ, അങ്ങനെ നിനക്ക് കല്യാണം ട്രോമയായില്ലേ? എക്സാക്ട്ലി. ചേച്ചി ഈ സിംഗിൾ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് കുറച്ച് ടിപ്സ് പറഞ്ഞു തരൂ. അത് ദേ സാർ, ഇവളാണ് സാർ. ഇവളാ? എടാ, ഇത് ആരാന്ന് നിനക്കറിയോ? അറിയാം, എൻ്റെ വൺ ഡേ ഭാര്യ. വന്ദേ ഭാരതോ? വൺ ഡേ ഭാര്യ, ഒരു ദിവസം എൻ്റെ ഭാര്യയായിരുന്നു. താലികെട്ട് കഴിഞ്ഞ് ഇവളെ അന്ന് മുങ്ങിയതാ, പിന്നെ ഇപ്പോഴാണ് ഇവളെ കാണുന്നത്. ആ, നിൻ്റെ എന്തൊക്കെ ഇവിടെ അടിച്ചോണ്ട് പോയെ? പൈസ? അല്ല. പിന്നെ സ്വർണ്ണ? അല്ല. പിന്നെ എൻ്റെ ഒരു കിഷ്ണി. കിഷ്ണിയോ? ഞാൻ ഒന്നേ എടുത്തുള്ളൂ. എടാ, പ്രേമിച്ചെന്ന് കരുതി വൃക്കയൊക്കെ കൊടുക്കാവോ? സാറേ, കല്യാണത്തലേന്ന് അവൾ വന്നിട്ട് പറഞ്ഞു അവൾക്ക് ഒരു വൃക്കേ ഉള്ളൂ. ചേട്ടൻ്റെ ഒരു വൃക്ക ആരാന്ന് ചോദിച്ചപ്പോൾ വൻപയർ പോലത്തെ കിടലം വൃക്കയാണ് ഞാൻ പറിച്ച് അവൾക്ക് കൊടുത്തത്. അത് അവൾ പ്രൈവറ്റ് ആശുപത്രിക്കാർക്ക് മറിച്ചടിച്ചേക്കുന്നു. എടാ, നീ ഒരു മണ്ടനാണോടാ? അവക്കില്ലാത്ത വൃക്ക എനിക്ക് എന്തിനേക്കാ? അവക്കില്ലാത്ത വൃക്ക എനിക്കെന്തിനേക്കാ? നീ മറ്റേ ഉടായ്പ ആൽബം പാട്ടുകളൊക്കെ എഴുതുന്ന ഒരു പ്രാവശ്യം. അവൾക്കില്ലാത്ത വൃക്ക എനിക്കെന്തിനാണിക്ക, ഇത് മറ്റേ ലിവറാണ് ഫർഹാനിക്കാത്ത പാട്ടല്ലേ? ആ ചേട്ടൻ എഴുതിയാ? എടാ എടാ എടാ, ഒറ്റ ബുദ്ധി, ഇത് ആരാണെന്ന് നിനക്കറിയോ? എടാ, ഇവള് തട്ടിപ്പുകാരിയടാ. അതെ, ഹലോ, വാ. കിഡ്നി പൈസ അതൊക്കെ കേസായിട്ട് വേറെ നോക്കിയാൽ മതി. ചേട്ടാ സിംഗിൾ അല്ലേ? ആണെങ്കിൽ അല്ല, ഈ സിംഗിൾ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കുറച്ച് ടിപ്സ് പറഞ്ഞു തരൂ. ഈ സിംഗിൾ കിഡ്നി ആയിട്ടിരിക്കുന്ന എന്നോട് തന്നെ നീ ചോദിക്കണം. പൊടി